ലോകത്തിലേക്ക് തന്നയാളെ ഔട്ടാക്കിക്കൊണ്ടുള്ള ഐക്യമാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നത്. പിന്നെ ഞാൻ നോക്കി, എൻ്റെ കണ്ണ് മാതാവിനെ കണ്ടെടുക്കാൻ വേണ്ടി കുറേ പരിശ്രമം നടത്തിയതുകൊണ്ട് അവിടെ വലിയ കൃത്യമായിട്ടല്ലെങ്കിലും കുരിശിൻ്റെ വഴികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മാതാവുണ്ട്. അങ്ങനെ സഭകളൊക്കെ ഐക്യപ്പെട്ട് അമ്മയെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാലും കുരിശിൻ്റെ വഴിയിൽ എങ്കിലും അമ്മ അവിടെ ഉണ്ടാവും. അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിപ്പോയി. നീ ഓർക്കണം, നീ ഇന്നത്തെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ആരെയെല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അമ്മയാണ്. അതുകൊണ്ട് അവസാനം ഈശോ പറയും, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഇതാ നിൻ്റെ അമ്മ. പ്രത്യേകിച്ച് ക്ലേശകരമായ ഒരു യാത്രക്ക് പോവുകയാണ്. നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, അത് തരുമോ ഇല്ലയോ എന്നറിയത്തില്ല, അവർ വട്ടം ചവിട്ടുമോ ഇല്ലയോ, സങ്കടമായിരിക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ ഒരു കുരിശിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം. എന്താ കാര്യം? കുരിശിൻ്റെ വഴിയുടെ അവസാനം ഈശോ പറഞ്ഞ വാക്കാണ്, ബിഹോൾഡ് യുവർ മദർ. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി, ആശ്വാസത്തിൻ്റെ ശക്തിയായി, ദൈവത്തിൻ്റെ സംവിധാനമായി പരിശുദ്ധ മറിയത്തെ സ്വർഗ്ഗം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിൻ്റെ കുരിശിൻ്റെ വഴി ദൈവം സ്ഥാപിച്ച ആളാണ് മറിയം. അവിടെ ദൈവവേദലെ നീ ഒറ്റക്കാണെങ്കിൽ പോലും നിൻ്റെ ഉറ്റവർ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, നിന്നെ സന്ധിക്കുന്നവർ ഇന്ന് നാട്ടിൽ ജീവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ, അവർ മരിച്ചു എന്ന് വിചാരിച്ചോ, ഈ നിന്നെ ഒത്തിരി സ്നേഹിച്ച ആൾക്കാർ ഇന്ന് വഴക്കിട്ട് പിന്തിരിഞ്ഞ് നിൻ്റെ എതിർകട ഭാഗം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, നീ തനിയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ തനിയെ ശിഷ്യന്മാരായപ്പോഴാണ് ഈശോ പറഞ്ഞത്, തനിയെ അല്ല മക്കളെ, എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ആരുമില്ലോ സഹായിക്കാൻ, ആരും റെക്കമെൻഡ് ചെയ്യാനില്ലല്ലോ, ആരും എനിക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർക്കുക, നീ പെട്ടിട്ടില്ല. കാര്യം എന്താ? നീ പെടാതിരിക്കാനാണ് ഈശോ പറഞ്ഞത്, ബിഹോൾഡ് യുവർ മദർ. അപ്പം അമ്മേ, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്നാണ് പറയണത്, യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് പോലും കൂടെ നിന്ന ആൾ നിൻ്റെ എല്ലാ സഹനത്തിനും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് സുവിശേഷം നൽകുന്നത്. മാതാവ് നിങ്ങളുടെ കൂടെ. താങ്ക് യു.